എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ്. ആ റെസിപ്പിയുടെ ലിങ്കും ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ thecoffeemug. സാമ്പാർ ഉണ്ടാക്കുന്നതിനാദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ്. ഒരുമാതിരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് അളവ് കപ്പിന് 1/3 കപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇവ ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ചിട്ട് പരിപ്പ് നന്നായി വേവിച്ചെടുക്കണം. സാമ്പാറിനാകുമ്പോൾ പരിപ്പ് വെന്ത് നന്നായി ഉടയണം. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുമ്പോഴേക്കും നന്നായി വെന്തുടഞ്ഞ് കിട്ടും. തീ ഓഫ് ചെയ്തതിന് ശേഷം ആവി മുഴുവനായി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് സാമ്പാറിലേക്ക് ചേർക്കേണ്ട പുളിനീരുണ്ടാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി കൈക്ക് പുളി ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് മാറ്റിവെക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബുകളായി അരിഞ്ഞത്, 2 കോവയ്ക്ക അരിഞ്ഞത്, 2 വള്ളിപ്പയർ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു മീഡിയം സൈസ് കത്രിക്ക ക്യൂബുകളായി അരിഞ്ഞത്, മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 5 പീസ് മുരിങ്ങക്കോല്, ഒരു മീഡിയം സൈസ് സവോള ക്യൂബുകളായി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. നല്ല രുചിയും മണവുമുള്ള ഒരു സാമ്പാർ പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. 1.5 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ഉപ്പ്, ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അളവ് കപ്പിന് 1 കപ്പ് വെള്ളം. പച്ചക്കറിയുടെ നേരെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വെജിറ്റബിൾസ് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. അടുത്തത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഏകദേശം 3 മിനിറ്റ് ആകുമ്പോഴേക്കും വഴന്ന് കിട്ടും. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന പച്ചക്കറികൾക്ക് പകരം ചേന, ചേമ്പ്, വെള്ളരിക്ക, പടവലങ്ങ പോലുള്ള മറ്റ് പച്ചക്കറികളും ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ഓരോ സ്ഥലങ്ങളിലെ രീതികളും വ്യത്യാസമായിരിക്കും. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ പുളിനീരും, 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഉപ്പും കായവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും 3/4 ടീസ്പൂൺ കായവും ചേർക്കുന്നുണ്ട്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിലർക്ക് സാമ്പാറിൽ കായത്തിൻ്റെയും പുളിയുടെയും ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതാണ് താല്പര്യം. ചിലർക്ക് അത്ര വേണ്ട. അതുകൊണ്ട് കായവും പുളിനീരും ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ സാമ്പാറിന് എത്ര കുറുകലാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇവ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് 3 മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇവ ഇനി മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ തീയിൽ നിന്ന് മാറ്റി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് സാമ്പാർ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഈ ഓണത്തിന് ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്